എന്നാലും അരിയും തിന്ന് ആശാരിച്ചേം കടിച്ച് എന്നിട്ടും മുറുമുറുപ്പ് എന്ന് പറഞ്ഞ മാതിരി എന്നിട്ടും ദേഷ്യം നമ്മളോടാണ്. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഹറാമും ശിർക്കിലേക്കുള്ള വഴിയുമാണെന്ന് പറഞ്ഞു തന്നത് കാണിച്ചാൽ അഥവാ യാ ഇബാദല്ലാഹ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് ചോദിക്കുന്നത് അത് ശിർക്കല്ല, ഹറാമാണ്, വസീലത്തു ശിർക്കാണ് എന്ന നിങ്ങളുടെ വാദം തെളിയിക്കാൻ പറ്റിയ ഒരു പണ്ഡിതൻ ആ പണ്ഡിതനെ കൊണ്ടുവാ. എന്താണ് യാ ഇബാദല്ലാഹ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല, ഹറാമേ ആകൂ, വസീലത്തു ശിർക്കേ ആകൂ എന്നതിന് നിങ്ങൾ കൊണ്ടു നടക്കുന്ന 35-ലധികം പണ്ഡിതന്മാരുടെ ഉദ്ധരണി എന്ന് പറയുന്ന ആ ഉദ്ധരണിയിൽ നിന്ന് തെളിവ് കൊണ്ടുവാ, നിങ്ങളുടെ വാദത്തിനുള്ള തെളിവ് കൊണ്ടുവാ. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഹറാമും ശിർക്കിലേക്കുള്ള വഴിയുമാണെന്ന് പറഞ്ഞു തന്നത് കാണിച്ചാൽ നിങ്ങൾ ഈ കൊടുത്ത ആ തെളിവിൽ ഹറാമ് ശിർക്കിലേക്കുള്ള വഴി അഥവാ വസീലത്ത് ശിർക്കും ഹറാമുമാണെന്ന് ഈ ഹദീസിനെ പറ്റി ജാമിയയിൽ പഠിപ്പിക്കുന്ന സിയാനത്തുൽ ഇൻസാനിൽ നിന്ന് കാണിച്ചാൽ ഇവിടെ വെച്ച് ഇപ്പോ മാപ്പ് പറഞ്ഞ് എന്റെ പൊതുജീവിതം അവസാനിച്ച് വീട്ടുപോയിരിക്കും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആ കുടുംബ പരമ്പരയിൽപ്പെട്ട നജിദിലെ പണ്ഡിതന്മാരുടെ റസായിലുകളിൽ അവർ രേഖപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. വല്ല മരുഭൂമിയിലും വെച്ച് ആരെങ്കിലും യാ ഇബാദല്ലാഹി എന്ന് വിളിക്കുമ്പോൾ ജിന്നിനെ ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന ജിന്നുകൾ ഈ വിളിക്കുന്നവന്റെ അടുക്കലേക്ക് വരുന്നു, അവനെ സ്വാധീനിക്കുന്നു, അവനെ കീഴ്പ്പെടുത്തുന്നു, എന്നിട്ട് അവനെ ശിർക്കിലേക്ക് നയിക്കുന്നുവെന്ന്. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഹറാമും ശിർക്കിലേക്കുള്ള വഴിയുമാണെന്ന് പറഞ്ഞു തന്നത് കാണിച്ചാൽ നിങ്ങൾ ഈ കൊടുത്ത ആ തെളിവിൽ ഹറാമ് ശിർക്കിലേക്കുള്ള വഴി അഥവാ വസീലത്ത് ശിർക്കും ഹറാമുമാണെന്ന് ഈ ഹദീസിനെ പറ്റി ജാമിയയിൽ പഠിപ്പിക്കുന്ന സിയാനത്തുൽ ഇൻസാനിൽ നിന്ന് കാണിച്ചാൽ ഇവിടെ വെച്ച് ഇപ്പോ മാപ്പ് പറഞ്ഞ് എന്റെ പൊതുജീവിതം അവസാനിച്ച് വീട്ടുപോയിരിക്കും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആ കുടുംബ പരമ്പരയിൽപ്പെട്ട നജിദിലെ പണ്ഡിതന്മാരുടെ റസായിലുകളിൽ അവർ രേഖപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. വല്ല മരുഭൂമിയിലും വെച്ച് ആരെങ്കിലും യാ ഇബാദല്ലാഹി എന്ന് വിളിക്കുമ്പോൾ ജിന്നിനെ ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന ജിന്നുകൾ ഈ വിളിക്കുന്നവന്റെ അടുക്കലേക്ക് വരുന്നു, അവനെ സ്വാധീനിക്കുന്നു, അവനെ കീഴ്പ്പെടുത്തുന്നു, എന്നിട്ട് അവനെ ശിർക്കിലേക്ക് നയിക്കുന്നുവെന്ന്. ഇതൊക്കെ അപ്പുറത്തുനിന്ന് പറയുന്നു. ഉമർ മൗലവിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു, പിശാച് മനുഷ്യന്റെ മനസ്സിലുള്ളത് അറിയുമെന്ന് പറഞ്ഞു, പ്രാർത്ഥന എല്ലാവരും കേൾക്കുമെന്ന് പറഞ്ഞു. അതൊന്നും ആർക്കും ചർച്ചയില്ല, അതൊന്നും ആരും മുണ്ടണില്ല. പിന്നെയോ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണിവർ, ഇല്ലാത്തത് പറഞ്ഞു പ്രചരിപ്പിക്കുന്നു, ഉള്ളതവിടെ വെച്ച്. ഇതിനാണ് ഹിസ്ബിയത്ത് എന്ന് പറയാം. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്, ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്, ഹദീസ് പഠിപ്പിച്ചു തരാം. ഇതിനാണ് ഹിസ്ബിയത്ത് എന്ന് പറയാം. സൂക്ഷിക്കണങ്ങളെല്ലാവരും. ഹിസ്ബിയത്ത് എന്ന് പറഞ്ഞാൽ കക്ഷിത്വം. ഹിസ്ബിയത്ത് വന്നാൽ അതിന്റെ കൂടപ്പിറപ്പ് അസബിയത്താണ്, ശത്രുത, വർഗീയവാദം കടന്നുവരും, അസബിയത്ത് വരും. ആ ഹിസ്ബിയത്തിലൂടെ അസബിയത്ത് വന്നാൽ പിന്നെ മൂന്നാമത്തെ കക്ഷി അദാവത്താണ്, ശത്രുതയാണ്. പിന്നെ ഉന്മൂലനം ചെയ്യണമെന്ന ആഗ്രഹം, ആരെയും ചീത്ത വിളിക്കണം, ആക്ഷേപിക്കണം, അവനെ ഇല്ലായ്മ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് വേറൊന്നുണ്ടാവില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.